നമസ്കാരം. ഇടതുപക്ഷത്തിനെതിരെ ജനവികാരം സൃഷ്ടിക്കുവാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ മാപ്രകളും വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്ഥിരമായി ചില ചാപ്പകൾ ഇടതുപക്ഷത്തിനുമേൽ, ഇടതുപക്ഷ നേതാക്കളുടെ മേൽ ചാർത്തി കൊടുക്കാറുണ്ട്. അതിലൊന്ന് RSSനെതിരെ സംസാരിച്ചാൽ അത് ഹിന്ദുക്കളെ മുഴുവൻ പറയുന്നത് പോലെയും, SDPIക്കെതിരെ സംസാരിച്ചാൽ അത് മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നത് പോലെയും, അതുപോലെ തന്നെ കാസയ്ക്കെതിരെ സംസാരിച്ചാൽ അത് ക്രൈസ്തവ വിഭാഗത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ജനവികാരം ഇടതുപക്ഷത്തിനെതിരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രത്യേകതരം ആശയത്തെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷത്തിന്റെ മേൽ ഒരു ചാപ്പ പോലെ ചാർത്തി കൊടുക്കാറുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ആശയം എന്താണെന്നും നിലപാട് എന്താണെന്നും കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അതും ഇത് മാധ്യമങ്ങളുടെ മുൻപിൽ തന്നെ. ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രകടനമാണ് എന്ന് സ്ഥാപിക്കലാണ്. ഞങ്ങളങ്ങനെ കാണുന്നില്ല. ഞങ്ങൾ ഏത് വർഗീയതയെ പറയുമ്പോഴും ആ വർഗീയതയാണ് എതിർക്കുന്നത്, ഒരു ജനവിഭാഗത്തെയല്ല. ഇപ്പോൾ RSSനെ എതിർക്കുന്നു, ഞങ്ങൾ ഹിന്ദുക്കളെയാണോ എതിർക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു, മുസ്ലിമിനെയാണോ എതിർക്കുന്നത്? SDPI എതിർക്കുന്നു, മുസ്ലിമിനെയാണോ എതിർക്കുന്നത്? അപ്പോൾ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരാരാണോ അവരെ ഞങ്ങൾ എതിർക്കുന്നു. ജനവിഭാഗങ്ങളെന്ന് കണ്ടുകൊണ്ട് തന്നെ ഉള്ള സമീപനം ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ എല്ലാ ജനവിഭാഗങ്ങളെയും എടുത്തോ, ഭൂരിപക്ഷ ജനവിഭാഗമായാലും ന്യൂനപക്ഷ ജനവിഭാഗമായാലും ആ ജനവിഭാഗങ്ങളിലെല്ലാമുള്ള മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ഇവർക്ക് വളരെ ചെറിയ സ്വാധീനമുള്ളൂ ഈ വർഗീയ ശക്തികൾക്ക്. കേട്ടില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലെ, മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷത്തെ തകർക്കുവാൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ നേതാക്കന്മാരെ ഇല്ലാതാക്കുവാൻ അവർ പയറ്റുന്ന പ്രധാനപ്പെട്ട അടവ് ഇതാണ്. അതായത് RSS എന്ന് പറയുന്ന വർഗീയ പ്രസ്ഥാനത്തിന്റെ നിലപാടിനെതിരെ ഇടതുപക്ഷം സംസാരിച്ചാൽ ഉടനടി പറയും ഇടതുപക്ഷം ഹിന്ദുക്കൾക്കെതിരെ തിരിഞ്ഞുവെന്ന. അതുപോലെ തന്നെ SDPIയുടെ നിലപാടുകൾക്കെതിരെ, അവരുടെ വർഗീയ നിലപാടുകൾക്കെതിരെ ഇടതുപക്ഷത്തെ നേതാക്കന്മാരോ ഇടതുപക്ഷമോ തിരിഞ്ഞാൽ ഉടനടി പറയും മുസ്ലിങ്ങൾക്കെതിരെ ഇടതുപക്ഷം തിരിഞ്ഞുവെന്ന. ഇതുപോലെ തന്നെയാണ് കാസയുടെ വർഗീയ നിലപാടുകൾക്കെതിരെ ഇടതുപക്ഷം സംസാരിക്കുമ്പോൾ ഉറപ്പായും അവിടെയും പറയും ക്രൈസ്തവർക്കെതിരെ ഇടതുപക്ഷം തിരിഞ്ഞുവെന്ന. ഈ ഒരു ചാപ്പകുത്തലിന് അല്ലെങ്കിൽ ഈ ഒരു അന്തർധാര രാഷ്ട്രീയത്തെ പൊളിച്ചെടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വാക്കുകൾ. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ നിലപാട്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട്, എന്തിനേറെ പറയുന്നു ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന ഓരോ പ്രവർത്തകന്റെ പോലും നിലപാട് എന്താണെന്ന് കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അപ്പോ ഒരു ലോഡ് ചാപ്പയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയും പുറകെ നടക്കുന്നവരോട് പറയുവാൻ ഒന്നേ ഉള്ളൂ, നിലപാടുകളിൽ യാതൊരു മാറ്റവുമില്ല. അത് ഒരു പ്രസ്ഥാനങ്ങളെയും വേദനിപ്പിക്കുവാനോ പ്രസ്ഥാനത്തിനെതിരെയോ അല്ല, മറിച്ച് ഈ പ്രസ്ഥാനങ്ങളുടെ നയങ്ങൾക്കെതിരെയാണ്, അവരുടെ നിലപാടുകൾക്കെതിരെയാണ്, ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അവരുടെയൊക്കെ വികൃതമായ മനസ്സുകൾക്കെതിരെയാണ് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഓരോ നിലപാടുകളും.